നിങ്ങൾ മനുഷ്യമുഖമുള്ള സംസാരിക്കുന്ന മരങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? പായൽ പിടിച്ച് കല്ലോ? പലതവണ ഞാൻ ഇതുവഴി പോയതാണല്ലോ, അപ്പോഴൊന്നും ഇതുപോലൊന്നും കണ്ടില്ല. ഇത് കല്ലല്ലേ, മരമാണോ? അതെ ടീച്ചർ, ഞാനൊരു പഴയ തടിക്കഷ്ണമാണ്. എടാ തടിക്കല്ലേ, നിനക്കെന്തൊരു കട്ടിയാണ്. സാധാരണ ബിർച്ചു മരത്തിന്റെ തടി പെട്ടെന്ന് അഴുകും. നീ എത്ര ബലമായിട്ടാണ് മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത്. അയ്യോ, പച്ച നിറമോ ഹരിതകമോ? അതെ ടീച്ചർ, എനിക്ക് ഇപ്പോഴും ജീവനുണ്ട്. എന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം ദ്രവിച്ചു പോയതാണ്. അല്ല, അപ്പോൾ നിനക്ക് എത്ര വയസ്സ് പ്രായം കാണും? 100 ആണോ? അല്ല, 200. എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെ കാലത്തുണ്ടായ മരമാണിത്. എന്റെ അമ്മൂമ്മ ഇതിന്റെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. വേറിട്ടത്തുള്ള ഫംഗസുകൾ ദൂരെ നിന്നും ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അപ്പോൾ 400-500 വർഷം മുമ്പ് വീണ മരമാണോ നീ? അതെ ടീച്ചർ. നിനക്ക് ഇലകളില്ലല്ലോ, അപ്പോൾ നീ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും? സൂര്യപ്രകാശമില്ലാതെ നീ എന്തു ചെയ്യും? അടുത്തുള്ള മരങ്ങൾ സഹായിക്കാനുണ്ടാകുമല്ലോ. പീറ്റർ, ഇവന്റെ മറ്റന്മാർക്ക് ആഹാരം കൊടുക്കുന്ന താണോ? വേറിട്ടത്തുള്ള ഫംഗസുകൾ ദൂരെ നിന്നും ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. മഴ പെയ്ത് മണ്ണൊലിച്ചു പോയി കഴിയുമ്പോൾ വഴിവക്കത്തുള്ള മരങ്ങളുടെ വേരുകൾ തെളിഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ജർമ്മനിയിലെ ഹാൻസ് മരതരകളിലെ ശാസ്ത്രജ്ഞരാണ് ഇത് കണ്ടുപിടിച്ചത്. ഒരേ കുടുംബത്തിൽപ്പെട്ട മരങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരുകളിലൂടെ സഹായിക്കാനുള്ള കഴിവുണ്ടത്രേ. ഇതൊരു പരസ്പര ആശ്രയത്വത്തിന്റെ മാതൃകയാണ്. പരസ്പര സഹായം മരങ്ങൾക്കിടയിൽ ഒരു നിയമമാണ്. മരങ്ങളുടെ ബന്ധം ഞങ്ങളുടേതുപോലെ സാമൂഹിക ബന്ധമാണ്. അവസരോചിതമായി അവർ സഹായിക്കും.